ശരിക്കും നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചും പോയിട്ടുള്ള ഓരോ അനുഭവങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്കും ഇതൊന്ന് കാണണം, അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ ഒരു യാത്ര എന്നെ അവിടെ കൊണ്ടെത്തിച്ച് തിരിച്ച് ഇവിടെ വരെ നിങ്ങളുടെ ഒപ്പം നിൽക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നത്. വണ്ടിയോടും റൈഡിനോടും എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര താല്പര്യമായിരുന്നു. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു 7 വയസ്സുള്ളപ്പം മുതലേ ഞാൻ സൈക്കിൾ റൈഡാണ് ആദ്യം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ അന്നും സൈക്കിളില്ല. അടുത്തൊരു വീട്ടിൽ ചേട്ടന് ഷാപ്പിൽ പോകുന്ന ചേട്ടൻ ആ സൈക്കിൾ ഷാപ്പിൽ പോകുന്നത്. അപ്പം ആ സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് എൻ്റെ വണ്ടിയോടുള്ള സ്നേഹം തുടങ്ങുന്നത്. അങ്ങനെ വണ്ടി പഠിച്ചു. അതിനുശേഷം ഗിയർലെസ് ആയിട്ടുള്ള വണ്ടികൾ ഓടിക്കാൻ പഠിച്ചു. ശരിക്കും ഞാൻ ഗിയർ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. കല്യാണത്തിന് ശേഷം ഭർത്താവിൻ്റെ പിന്തുണയോട് കൂടിയാണ് ഞാൻ ഗിയർ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ 4 വീലാണെങ്കിലും പഠിച്ചത് ഭർത്താവിൻ്റെ പിന്തുണയോട് കൂടിയാണ് 4 വീലും പഠിച്ചത്. പല മേഖലയിൽ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാല BLM പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ SFA ആയിട്ട്, അതായത് SFA എന്ന് പറഞ്ഞാൽ സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിയാൻ മേലാത്തവർക്ക് ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 4 വീൽ ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് പീജിയൻസിന്റെ ഫാം ഉണ്ട്. പിന്നെ ഇപ്പം ടിപ്പർ ഓടിക്കാൻ പോകുന്നുണ്ട്. അടുത്ത കാലത്തായിട്ടാണ് ടിപ്പർ ഓടിക്കാനായിട്ട് പോകുന്നത്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ശരിക്കും ഒരു സ്വർഗത്തിലെത്തിയ ഫീലാണ്. നമ്മൾ പറയും മരണത്തിന് ശേഷമാണ് നമ്മൾ സ്വർഗം കാണുന്നത്, പക്ഷെ ഒരിക്കലും അല്ല. സ്വർഗവും നരകവും എല്ലാം നമ്മുടെ ഭൂമിയിൽ തന്നെയുണ്ട്. ശരിക്കും അതേപോലെ ഒരു ഫീലാണ്. നമ്മൾ ഓരോ ദിവസം അല്ല ഓരോ മണിക്കൂർ ചെല്ലുന്തോറും നമ്മുടെ അനുഭവം ആ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും മാറി മാറി ക്ലൈമറ്റിന്റെ ചേഞ്ച്, സീനറീസ്, അത് പോയി അനുഭവിക്കുക തന്നെ ചെയ്യണം. പറ്റുന്നവരെല്ലാവരും പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്കും അല്ല, ഒരിക്കലും നമുക്ക് മടുപ്പ് വരില്ല അവിടെ. ശരിക്കും ലേയിലേക്ക് ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പം അത് പരിപൂർണമായിട്ടും എനിക്ക് പൂർത്തീകരിച്ച് തിരിച്ചെത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രത്തോളം പറ്റുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ലോങ് റൈഡ് പോകുന്നത്. കർദുംഗല പാസ് എത്തിയപ്പം ശരിക്കും ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു എനിക്കും പറ്റിയല്ലോ, എനിക്ക് ഇത് സാധിച്ചല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓർത്ത് ഞാൻ ഇത്രയും പ്രായമുള്ള 42 വയസ്സായി, ഇത്രയും പ്രായമുള്ള എനിക്ക് പറ്റിയെങ്കിൽ, ഒരു സാധാരണ വീട്ടമ്മയായി എനിക്ക് പറ്റിയെങ്കിൽ, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഒത്തിരി സ്ത്രീകളുണ്ട് ഈ ഒരു യാത്രയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന, അവർക്കൊക്കെ വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്നിൽ കൂടി ഉണ്ടായെങ്കിൽ അത്രയും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും എല്ലാവരും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയേണ്ടത്. കർദുംഗല പാസ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹയസ്റ്റ് ഏരിയ ആണത്. അതായത് 17,982 അടിയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്.